കാതിക്കോട് അൽ അക്സ പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. +2 പ്രീ ഡിഗ്രി, +3 ഡിഗ്രി, +2 പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇങ്ങനെയാണ്. അങ്ങനത്തെ ഒരു അതിനപ്പുറം എന്തെങ്കിലും ഡിഗ്രി ഉണ്ടോ, പുതിയ കാര്യങ്ങളുണ്ടോ, വേറെ ഞങ്ങളിങ്ങനെ ഈ കോണിപ്പടി കയറുന്ന പോലെ ഇങ്ങനെ പോകുന്ന ആളുകളെ. ഇപ്പൊ അങ്ങനെയല്ല. എത്രയോ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. പലപ്പോഴും കുട്ടികളുടെ കോഴ്സുകൾ പറഞ്ഞാൽ പോലും ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല. കോഴ്സിനെ പറ്റി അറിയില്ലെന്നല്ല, കോഴ്സ് പോലും പറയാൻ പറ്റാത്ത അത്ര വിശാലമായി കുട്ടികൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി ഇത് പഠിക്കാൻ തയ്യാറായ വിദ്യാർത്ഥികൾ ഒക്കെ സൃഷ്ടിക്കപ്പെടുകയാണ്. നമ്മൾ പറയും വിജ്ഞാന അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്നാണ്. വിജ്ഞാനം നേടുക, സമ്പത്ത് നേടുക. വിജ്ഞാനം ഉണ്ടാവുന്നതോടൊപ്പം തന്നെ അറിവ് നേടുന്നതോടൊപ്പം തൊഴിലുണ്ടാവുക, തൊഴിലോടൊപ്പം സമ്പത്ത് നേടുക എന്ന പുതിയ ഈ ലോകക്രമത്തിലേക്ക് പോവുകയാണ്. ആ ക്രമത്തിലേക്ക് ഏറ്റവും നന്നായി എടുക്കാൻ എനിക്കറിയാം. ഈ സ്കൂൾ പഠനത്തിൽ മാത്രം എല്ലാ കാര്യത്തിലും അതിന്റെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും അതുപോലെ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി രൂപപ്പെടുത്തുന്നതിലും ഒക്കെ നല്ല പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ അതിന് ഏറ്റവും ഉയർന്നു പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സമയക്കുറവ് മൂലം ഞാൻ ഒട്ടും ധരിപ്പിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള അഭിവാദ്യവും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സ്കൂൾ മാനേജർ PM മുഹമ്മദ് സുഹൈൽ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ സയൻസ് സെന്റർ ഡയറക്ടറും ശാസ്ത്രജ്ഞനുമായ VS ശ്രീജിത്ത് മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ നൂഹ്മാൻ, സ്റ്റാഫ് സെക്രട്ടറി CA ഷാനിബ, അക്കാദമിക് കോർഡിനേറ്റർ VA മുജീബ് റഹ്മാൻ, കാതിക്കോട് ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ, സ്റ്റാഫ് പ്രതിനിധികളായ KM അസീസ്, PM സജന എന്നിവർ സംസാരിച്ചു. 10ാം ക്ലാസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ ഫാത്തിമ ഫസ്മിൻ, PN ഷഹസാബാദ്, CY ഇഹ്സാൻ എന്നിവരെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച മറ്റു വിദ്യാർത്ഥികളെയും മജ്ലിസ് ഹിക്മ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു.